ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ VBS കാണാൻ പോകുന്നത് ഒരു ആക്ഷൻ സോങ്സ്, ഒരു കഥ, ശേഷം സ്പിരിച്വൽ ഫ്രൂട്ട് തങ്കച്ചി പറയും. ഞങ്ങൾ രണ്ടുപേരും 10 കമാൻഡ്മെൻറ്റും, പക്ഷെ അടുത്ത അണ്ണൻ 12 ഡിസിപ്ലിൻസ് ഓഫ് ജീസസ്. എന്നിട്ട് ഞാൻ പറയും സ്പിരിച്വൽ ഫ്രൂട്ട്സ്. ഇപ്പം ഈ VBSൻ്റെ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് തങ്കച്ചി പ്രെയർ ചെയ്യും. നമ്മൾ അത് കേൾക്കാം. ഓക്കെ, നമുക്കിപ്പോൾ പ്രെയർ ചെയ്യാം. യേശപ്പാ സ്തോത്രം സ്തോത്രം. യേശപ്പാ ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். நாங்கள் ரெக்கார்ட் பண்ணுறோமே. യേശപ്പാ ஸ்தோத்திரம். യേശപ്പാ ஸ்தோத்திரம். எங்கள் பேஸில் வாட்ச் பண்ணுற ஃப்ரெண்ட்ஸ்லாம் பார்த்துக்கிறோங்களே. യേശപ്പാ ஸ்தோத்திரம். இந்த சேனத்தில் கொரோனா வைரஸ் இருக்குன்றது, அதுக்காக இந்த கொரோனா வைரஸை மாற்றி கொடுங்க. യേശപ്പാ ஸ்தோத்திரம் ஸ்தோத்திரம். യേശപ്പാ ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். യേശപ്പാ സ്തോത്രം സ്തോത്രം. എന്നാമതിൽ ആമേൻ പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പം തങ്കച്ചി പ്രെയർ ചെയ്തു, നമ്മളത് കേട്ടു. ശേഷം ഇനി എന്താ പറയാൻ പോകുന്നത്? ദ 10 കമാൻഡ്മെൻറ്റ് പറയാൻ പോവുകയാണ്. ഓക്കെ, അണ്ണൻ കഴിഞ്ഞ ശേഷം ഞാനും 10 കമാൻഡ്മെൻറ്റ് പറയും. The 10 commandments: worship no other gods but me. Do not make any idols. Do not misuse my name. Keep the Sabbath day holy. Respect your father and mother. Do not kill anyone. Do not be immoral. Do not steal. Do not witness falsely against anyone. Do not desire anyone's things. Thank you. ഇനി തങ്കച്ചി പറയും. The 10 commandments: worship no other gods but me. Do not make any idols. Do not misuse my name. Keep the Sabbath day holy. Respect your father and mother. Do not kill anyone. Do not be immoral. Do not steal. Do not witness false against anyone. Do not desire anyone's things. ഇനി അണ്ണൻ 12 അപ്പോസ്തലസ് പറയും. ഓക്കെ, പറയാം. Peter, Andrew, James, John, Philippines, Bartholomew, Matthew, Thomas, James, Simon, Thaddeus, Judas Iscariot. Thank you. In തങ്കച്ചി സ്പിരിച്വൽ ഫ്രൂട്ട് പറയും. The spiritual fruits: faithfulness, gentleness, goodness, peace, patience, kindness, love, self-control, joy. Thank you. ഇനി ചെറുതായി ഒരു വാക്ക് സ്റ്റോറി പറയാൻ പോവാണ്. അതായത് ഡക്ക് സ്റ്റോറി. ശരി, പറയാം. ഒരു ദിവസം 2 പിള്ളേരും ഹോളിഡേ ആയിരുന്നു. തൻ്റെ അമ്മച്ചീൻ്റെ വീട്ടിൽ പോകാൻ വിചാരം. അവിടെ പോയി ഭയങ്കര കളിക്കാനൊക്കെ വിചാരം. തൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ അമ്മച്ചിയുടെ വീട്ടിൽ പോയിക്കോട്ടെ. പക്ഷെ അമ്മ പറഞ്ഞു, എന്താ 1 വീക്ക് കഴിഞ്ഞ ശേഷം പോകാമല്ലോ. അപ്പം ആ പിള്ളേർ പറഞ്ഞു, പ്ലീസ്. ശരി, അമ്മ പറഞ്ഞു സമ്മതിച്ചു. പക്ഷെ പോയിക്കും. പക്ഷെ അമ്മച്ചീന് ചെറിയ വേലയൊക്കെ ചെയ്ത് കൊടുക്കാൻ. അപ്പം ഒരു ആമ്പിള പിള്ള പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല, പക്ഷേ നിൻ്റെ സിസ്റ്ററിന് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞു. അപ്പം രണ്ടുപേരും ഡാൻസ് ആയി കൂട്ടടിച്ച ശേഷം അവിടെ പോയ ശേഷം തട്ടി അമ്മച്ചൊക്കെ അടുത്ത് സ്നേഹിച്ച് അടുത്ത് പറഞ്ഞു, ആ ആമ്പിളയുടെ അടുത്ത് പറഞ്ഞു,
നിനക്കും ഒരു സസ്പെൻഷനുണ്ട്. എൻ്റെ തോട്ടത്തിലെ ജോലിയിലൊക്കെ ഒത്തിരി വാത്ത് വിളക്കുന്നുണ്ട്, അതൊക്കെ നീ നോക്കുമോ? അപ്പോൾ അവൻ പറഞ്ഞു ജോലിയാണ്, പക്ഷെ എനിക്ക് ഇപ്പം പോകണം. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇപ്പം പോകാൻ പറ്റില്ല, എല്ലാവരും കളിച്ച ശേഷം പോകാമെന്ന്. അപ്പം കളിച്ച് കഴിഞ്ഞിട്ട് പോയ ശേഷം ആ കൊച്ചൻ ആ ചെറുക്കൻ ഒത്തിരി കളിച്ചു, പക്ഷെ അതിൽ ഒത്തിരി എളിയ പോയിട്ടു. അവൻ പറഞ്ഞു ഈ എളിയ പോകാൻ സമ്മതിക്കരുത്, ഇങ്ങനെ പോയാൽ നമ്മുടെ ആ ചെടിയൊക്കെ ഉണ്ടല്ലേ അതെല്ലാം അത് കടിച്ച് തിന്നു പോകുന്നു. അങ്ങനെ അടുത്ത അവൻ പറഞ്ഞു ഈ പ്രാവശ്യം കൊണ്ട് ക്യാറ്റബിൾ വെച്ച് അടിച്ച് എല്ലാത്തിനും കൊല്ലണമെന്ന്. അവൻ ക്യാറ്റബിൾ വെച്ച് അടിച്ച ശേഷം അത് വർക്കൗട്ടായില്ല. ശേഷം അവനൊരു വലിയൊരു കല്ലെടുത്ത് ആ എലിയ എറിഞ്ഞ ശേഷം എന്ന് പറഞ്ഞു കല്ലെടുത്ത് എറിഞ്ഞ ശേഷം അറിയാതെ അത് വാത്തിൻ്റെ ദേഹത്ത് പെട്ടു. ആ വാത്ത് ചത്തുപോയി. അത് അവൻ പേടിച്ച് ആർക്കും അറിയാതെ പൂട്ടിയേക്കാൻ ഓർത്തു. അപ്പോൾ ആ സിസ്റ്റർ കണ്ടു. അപ്പോൾ വന്ന ശേഷം നീ എന്ത് ചെയ്യുന്നു? ശരി ബാ. അപ്പോൾ അമ്മച്ചി പറഞ്ഞു എല്ലാവരും ഓടി വരാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രൂട്ട് കേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ പറഞ്ഞു എനിക്ക് ഫ്രൂട്ട് കേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൾ പറഞ്ഞു നമ്മൾ രണ്ടുപേരും കളിക്കാമെന്ന്. അപ്പോൾ അവന് ഓർത്തു നമ്മളിത് പറഞ്ഞാൽ പാടി കേക്കാ തരുന്നു, ഇപ്പം ഞാൻ എന്തു ചെയ്യും? അത് പറയണ്ട. ഒരു പ്രാവശ്യം പാട്ടി അതിൽ കൗണ്ട് ചെയ്യുമ്പോൾ ഒരു വാക്ക് മിസ്സായിട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു അവൻ ഓർത്തുകൊണ്ടിരുന്നു. അപ്പം ആ പെണ്ണ് പറഞ്ഞു നീ എന്തോ ഓർത്തുകൊണ്ടിരിക്കുന്നു, ഈ കേക്ക് കളിക്കാൻ പഠിച്ച്. അവൻ പറഞ്ഞില്ല അതൊന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു അടുത്ത് ആ പെണ്ണ് പറഞ്ഞു എനിക്ക് ആ കേക്ക് തരൂ. പറ്റില്ല പറഞ്ഞു. അവൻ പറഞ്ഞു ആ ദിവസം ആപ്പിളോടെ അങ്ങനെ പറഞ്ഞ ശേഷം അപ്പൻ എനിക്ക് കേക്ക് തരത്തില്ലയോ? അപ്പൻ ഞാൻ ആ വാത്ത് സ്റ്റോറി ആ പാട്ടിയുടെ അടുത്ത് പറയട്ടെ. വാത്തും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു വായ മൂടി. അതേ ഏത് വാത്ത്? അവൻ പറഞ്ഞു നീ അത് കൊല്ല വെച്ച് ഇങ്ങനെ മണ്ണിൽ അങ്ങനെ ഇട്ടല്ലേ ആ വാത്താണ്. അപ്പോൾ അവൻ പറഞ്ഞു അവനക്ക് ഡൗട്ടായിപ്പോയി. അതേ ഏത് വാത്ത്? അതാൻ പറഞ്ഞു അതൊന്ന് പറഞ്ഞിട്ടുന്നു. അടുത്ത നിനക്കെങ്ങനെ അറിയും? അവൾ പറഞ്ഞു ഞാനാണ് നിൻ്റെ സിസ്റ്റർ, എനിക്കെല്ലാം അറിയും. ഇപ്പം കേക്ക് തരുന്നോ അല്ലെങ്കിൽ നിൻ്റെ വാത്ത് സ്റ്റോറി പാട്ടിയുടെ അടുത്ത് പറയൂ. അപ്പം അവൻ പേടിച്ച് ശരി നീ വെച്ചോ. ഉറക്കത്തിൽ ഒരു ദിവസം സാത്താൻ വന്നു. അപ്പം അവൻ ചിരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നേ? നീ നിൻ്റെ സിസ്റ്റർ നാളെ തരുന്ന വേലയെ ചെയ്യാതെ അടുത്ത് അവൾ വാത്തും പറയും. അവളുടെ വായിൽ ഒത്തടിയിൽ 4 പന്ത് കളന്ന് വീഴണം. അപ്പോഴവൾ ശരിപ്പെടുത്തുള്ളൂ. അടുത്ത് ഇച്ചിരി നേരം കളിച്ച് അവൻ പറഞ്ഞു ഉറക്കം വരുന്നില്ല. അടുത്ത് യേശുപ്പച്ചൊന്ന് പറഞ്ഞു എന്താ ഉറക്കം വന്നില്ലയോ? നീ ചെയ്യുന്ന തപ്പല്ലേ, തെറ്റല്ലേ? ഞാൻ പറഞ്ഞു. അടുത്ത അവൻ എളിയിട്ട് പറഞ്ഞു എൻ്റെ മനസ്സ് ഭയങ്കര പാടുണ്ട്. ശരി പാട്ടിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഈ പാട് ഇറക്കി വെച്ചിട്ട് വേണ്ടിയാണ്. അവൻ പറഞ്ഞു. അവൻ കരഞ്ഞപ്പോൾ പാട്ട് വന്നു. എന്തു പറ്റി പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ തെറ്റിച്ചു. അപ്പം എന്താ പറയുന്നതെന്ന് ആ അമ്മച്ചി പറഞ്ഞു. അന്ന് 3 ദിവസം കഴിഞ്ഞ് ആ ഒരു ഞാൻ എലി വെച്ച് അടിക്കാൻ പോയി.
പക്ഷെ അത് അറിയാതെ ഒരു ആത്തുമുകളിൽ പറ്റി അത് ചത്തുപോയി പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, അനിയൻ്റെ അടുത്ത് സോറിയും പറഞ്ഞല്ലേ. അടുത്ത ശേഷം എനിക്ക് ഇനി ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞ ശേഷം അവൻ പറഞ്ഞു നിങ്ങൾ എന്നെ അടിക്കത്തില്ലയോ, നിങ്ങൾ എന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കത്തില്ലയോ പറഞ്ഞു. അത് അപ്പം അമ്മച്ചി പറഞ്ഞു എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം, അതുകൊണ്ട് ആരുടെ അടുത്തും പറഞ്ഞു കൊടുക്കത്തില്ല, നിന്നെ അടിക്കത്തുമില്ല. അടുത്തൊരു ദിവസം ആ സിസ്റ്റർ പറഞ്ഞു നീ എനിക്ക് എളിയിട്ട് വെള്ളം പിടിച്ചതാ, എനിക്ക് വീട് പെരുക്കണം അങ്ങനെ പറഞ്ഞു. അവൻ പറഞ്ഞു വീട് തുടയ്ക്കണം ഇങ്ങനെ. അവൻ പറഞ്ഞു എനിക്ക് പറ്റിയല്ലേ, എനിക്ക് ഉറക്കമായിരുന്നു അങ്ങനെ പറഞ്ഞു. അപ്പം നിന്നെ ആ വാത്ത് സ്റ്റോറി പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞു. അവൾ വാത്ത് എന്ന് പറഞ്ഞു, അവൻ ഇന്നലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അതെന്താ ഇന്നലെ എന്ന് പറയുന്നു. അപ്പം ഇച്ചിരി നേരം കളിച്ച് സാറാ നീ അത്രയും അവസരപ്പെടണ്ട, ഞാൻ ഇന്നലെ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞ് സോറിയും പറഞ്ഞ് ഇനി വേണമെങ്കിൽ നീ പിടിച്ചോ. അപ്പം അവൾ പറഞ്ഞു നീ ഫ്രീ ആയില്ലേ, അപ്പം നിങ്ങളും ഉണ്മയായിരിക്കണം, അപ്പം നിങ്ങൾ ഫ്രീ ആവും, സന്തോഷമായിരിക്കണം. താങ്ക് യു. ഇനി ഗോഡ് ഈസ് സോ ഗുഡ് പാടാം. ശരി, പാടും ഫ്രണ്ട്സ്. ശരി. God is so good, God is so good, God is so good, God is so good, is so good, is so good to me. God is so good, God is so good, God is so good, God is so good, is so good, is so good to you. God is so good, God is so good, God is so good, He's so good, He's so good to us. Is nallavaar, is nallavaar, is nallavaar, nallavaar unakku. Is nallavaar, is nallavaar, nallavaar, nallavaar enakku. Is nallavaar, is nallavaar, is nallavaar, nallavaar, nallavaar namakku. യേശു अच्छा है, യേശു अच्छा है, യേശു अच्छा है, യേശു अच्छा है, अच्छा है, अच्छा है तुमको. യേശു अच्छा है, യേശു अच्छा है, യേശു अच्छा है, യേശു अच्छा है, अच्छा है, अच्छा है तुमको. मुझको യേശു अच्छा है, യേശു अच्छा है, യേശു अच्छा है, യേശു अच्छा है, अच्छा है, अच्छा है सबको. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, നല്ലവൻ, നല്ലവൻ എനിക്ക്. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, നല്ലവൻ നിനക്ക്. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, നല്ലവൻ, നല്ലവൻ നമുക്ക്. താങ്ക് യു ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. താങ്ക് യു. ഇനിയും കാണാം. താങ്ക് യു. God bless you. God bless you. Hallelujah. 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 Thank you. Thank you.